മിനോസ് കുക്കി. ഹായ് ഫ്രണ്ട്സ്, പഴമയുടെ രുചിയായ പനപ്പൊടി വിരകിയത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന ടേസ്റ്റിൽ മധുരം ചേർത്താണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന നല്ലൊരു ഫുഡാണ് കേട്ടോ ഇത്. ആദ്യം നമുക്കിതിലേക്കുള്ള ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിതാ 4 വലിയ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 5 6 ഒക്കെ എടുക്കാം. ഇത് പാകത്തിനുള്ള മധുരം ഇതിൽ തന്നെ ഉണ്ടാവുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് പനപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പോരാ, ഞാൻ 1 കപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പാകം ചെയ്യാൻ നമുക്കിനിയും വെള്ളം വേണം. അപ്പോൾ ആദ്യം നമുക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കേട്ടോ. കുറച്ചുകൂടെ വെള്ളം വേണം കേട്ടോ നന്നായിട്ടൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടി. അതിന് 1/2 കപ്പ് കൂടി ഞാനൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പൊടി വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിതൊന്ന് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പനപ്പൊടി ഉണക്കിയെടുക്കുന്ന സമയത്തൊക്കെ ഇതിലെന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്താൽ മാത്രമേ നമുക്കിതുപോലെ അരിച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. ഇത് മുഴുവനായിട്ടായില്ല കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ അരിച്ചെടുത്ത് കരടുകളൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കപ്പിന് 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കണം. നേരത്തെ ഇളക്കിയതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി വെള്ളവുമായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഇളക്കാതിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ ഊറി വരും. ഈ പനപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഊറി വരും. അപ്പോൾ നമ്മൾ ഇത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ സ്റ്റൗവിലേക്ക് വെക്കുന്ന സമയത്ത് ഇതിൽ ഊറിക്കെടുക്കുന്നുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് കട്ടയായി പോകും. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ച് കട്ടയായി പോവും. ഇനി നമുക്കിതിലേക്ക് 1 മുറി തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കട്ടോ. നമ്മൾ സ്റ്റൗവിൽ വെച്ച് ഇളക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ലേറ്റായി പോയതാണ് വീഡിയോ എടുക്കുന്ന സമയത്ത്. ഇനി ഇതാ കുറച്ച് ഉപ്പ്, 1-2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോവും. ഈ പൊടി വേവാതെ കട്ടയായി പോവുക ചെയ്യാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് ചൂടായതിന് ശേഷം തന്നെ ഒരു മീഡിയം ലോ ടു ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ ശർക്കരപ്പാനി തയ്യാറാക്കി വെച്ചത് അത് ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലുണ്ടാവുമല്ലോ കരടൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് മധുരം പോരാ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് ശർക്കര ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇത് കുറുകി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് തീ കൂട്ടിയും കുറച്ചും വെച്ചുകൊണ്ട് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഞാനിതിലേക്ക് 3 ഏലക്കായ പൊടിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളിത് ആദ്യം സ്റ്റൗവിലേക്ക് വെക്കുന്ന സമയത്ത് തന്നെ നല്ല തീയിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകി പോകും കേട്ടോ. ഇത് വേവാതെ പൊടി വേവാതെ പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. അപ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നന്നായിട്ട് ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് വേവിച്ചിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അങ്ങനെ പൊടി വേവാതെ കുറുകി പോകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഇങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കഴിക്കാം. ചെറു ചൂടോടെ തന്നെ കഴിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലെങ്കിൽ തണുത്തതിന് ശേഷവും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്നും കുറച്ച് ഒരു ബൗളിലേക്ക് വിളമ്പിയിട്ട് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ.
തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഹൽവയൊക്കെ പോലെ മുറിച്ചിടും. ഇത് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ ജെല്ലി പോലെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇതിങ്ങനെ മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അതല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ അതും എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് കേട്ടോ. അതിന് നല്ല ബീഫ് കറിയോ അതുപോലെ മീൻ കറിയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. കഴിച്ചാൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഉള്ളതാണല്ലോ ഇത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.